തുടർന്നു. ഇന്ന് ഇത് സംഭവിക്കും. മാതാപിതാക്കളെ ചുട്ടുകൊന്ന കേസിൽ മകനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ടത് മാന്നാർ സ്വദേശി രാഘവനും ഭാര്യ ഭാരതിയുമാണ്. പ്രതി വിജയനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്താനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട വൃദ്ധ ദമ്പതികളുടെ സംസ്കാരവും ഇന്ന് നടക്കും. കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ പരസ്യപ്രചാരണം നാളെയാണ് അവസാനിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദായ നികുതി ഇളവ് ഡൽഹിയിൽ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയിലാണ് BJP. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിന് ഇന്ന് സാധ്യതയുണ്ട്. കേസ് റിയാദ് കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദേശീയ ഗെയിംസിൽ പ്രതീക്ഷയോടെ കേരളം ഇന്നിറങ്ങുന്നുണ്ട്. സജൻ പ്രകാശ് 3 ഇനങ്ങളിലാണ് മത്സരിക്കുക. വനിതാ ബാസ്കറ്റ്ബോൾ ഫൈനലിൽ കേരളം തമിഴ്നാടിനെ നേരിടുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലെ അവസാന മത്സരത്തിനായി ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നുണ്ട്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം നടക്കുക. 5 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കി. അണ്ടർ-19 വനിതാ വേൾഡ് കപ്പിൽ ഇന്ന് ഫൈനൽ പോരാട്ടം. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 12 മണിക്കാണ് നടക്കുക. ISLൽ ജംഷഡ്പൂർ ഇന്ന് ഗോവയെ നേരിടും. മത്സരം രാത്രി 7:30-ക്കാണ്. ജംഷഡ്പൂരിലെ JRD ടാറ്റ സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ക്രിസ്റ്റൽ പാലസിനെ നേരിടുന്നുണ്ട്. ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി മത്സരവും ഇന്നാണ്.